ഹലോ, ഞങ്ങളുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് ക്രിസ്മസ് ഡെക്കറും അതുപോലെ തന്നെ കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഹോം ടൂർ വീഡിയോ കണ്ടവരെയൊക്കെ ഓർക്കുന്നില്ലേ, നമ്മുടെ വാതിലിൻ്റെ ഫ്രണ്ടിലുള്ള ഫോൾസിൻ്റെ തീമിലുള്ള ഒരു റീത്ത്. ഇപ്പം നമ്മളത് മാറ്റിയിട്ട് ക്രിസ്മസിൻ്റെ തീമിലുള്ള ഒരു റീത്ത് വെക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ അകവും പുറവും ഒക്കെ ഒരുപോലെ ഭംഗിയായിട്ട് അലങ്കരിക്കും ഇവിടെ ഉള്ളവർ. അപ്പോൾ നമ്മളും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പുറത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ജയനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിലുള്ള ഭർത്താക്കന്മാരെവിടെ, അവരെ കാണിക്കാറില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജയനത് അലങ്കരിക്കുന്ന മനഃപൂർവ്വം വീഡിയോ എടുത്തതാണ്. ഇവർക്ക് അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ എൻ്റെ നിർബന്ധം കാരണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിനു മുന്നേ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചിരുന്നു ട്രീ വെക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കണം, ക്രിസ്മസിൻ്റെ എന്താ പറയുക വ്ളോഗുകളൊക്കെ കാണിക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രീ ഒക്കെ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ ഫയർ പ്ലേസിൻ്റെ മേളിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ കുറച്ച് ഒരു ഗാർലൻഡ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഗാർലൻഡൊക്കെ വാങ്ങിയിട്ട് ഏകദേശം എനിക്കൊന്ന് ഒരു 2 കൊല്ലമൊക്കെ ആയിട്ട്, 3 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഓരോ സാധനങ്ങൾ ഓരോ കൊല്ലം കൂടുമ്പോൾ ഒക്കെ വാങ്ങിയതാണ് കേട്ടോ. ഈ സാന്റാക്ലോസിനെ കഴിഞ്ഞ കൊല്ലമല്ല, അതിൻ്റെ മുന്നത്തെ കൊല്ലം ആരോണ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാന്റാക്ലോസ് അപ്പൂപ്പനല്ലേ അത്. അപ്പുറത്തെ സൈഡിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു റെയിൻഡിയർ ഉണ്ട്, ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു റെയിൻഡിയർ. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. എനിക്കിങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഓരോ കൊല്ലമൊക്കെ കാണുമ്പോൾ ഞാനങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിയിട്ട് കൂട്ടി വെക്കുന്നതാണ് കേട്ടോ. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങുന്നതല്ല. ഇത്തവണ നമ്മൾ മെയിനായിട്ട് വാങ്ങിയത് ക്രിസ്മസ് ട്രീ വാങ്ങി, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ കൊല്ലമായിട്ട് വാങ്ങിക്കൂട്ടിയ സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാനിത് ഇങ്ങനെ ഡെക്കർ ചെയ്യുന്നതൊക്കെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ഇത് പ്രത്യേകിച്ച് ഇന്ന രീതിയിലെന്നൊന്നും അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതൊന്നും അല്ല. എനിക്ക് ഇഷ്ടം കാണുമ്പോൾ ഓരോ സാധനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങും. അത് എന്നിട്ട് വീട്ടിൽ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കും. അങ്ങനെ വാങ്ങുന്നതാണ് മിക്ക സാധനങ്ങളും. അപ്പോൾ അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു, അവിടെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി. ഇനി നമുക്ക് എന്താ പറയുക, ട്രീയുടെ ബോക്സ് പൊട്ടിക്കാം. നമ്മളന്ന് വാങ്ങിയ ട്രീ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഭയങ്കര വലിയ ബോക്സാണ്, നല്ല കനമുള്ള ട്രീ ആയിരുന്നു കേട്ടോ. വിചാരിച്ചതിനേക്കാളും നല്ല കനം ഉണ്ടായിരുന്നു. അപ്പോൾ ആരോൺ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും അവനെടുക്കാൻ പറ്റുന്ന കനത്തിലുള്ള ഒന്നുമല്ല. അപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആ ട്രീ സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഓരോ പാർട്സായിട്ട് വെക്കുക അതിനകത്തേക്ക്. ഇതൊരു 3 പാർട്ടായിട്ടുള്ള ട്രീ ആണ്. അപ്പോൾ ആദ്യം ആ ട്രീ സ്റ്റാൻഡ് ഒന്ന് നേരെ വെച്ചിട്ട് നമുക്ക് ആ സ്ക്രൂ ഒക്കെ ഒന്ന് മുറുക്കിയിട്ട് ഓരോ പാർട്സായിട്ട് മുകളിൽ വെക്കാം. എന്തായാലും കടയിലിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഇത്ര വലിയ ട്രീ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ നല്ല വലിയ ട്രീ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലോണം ഇലയും നല്ലോണം ബ്രാഞ്ചസൊക്കെ ഉള്ള നല്ലൊരു ട്രീ ആണ്. മാക്സിമം ഇലയൊക്കെ വിടർത്തി ഗ്യാപ്പൊന്നും ഇല്ലാതെ വെക്കുമ്പോഴാണല്ലോ ട്രീക്ക് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കാരണം ട്രീയും വലുതായിരുന്നു, നന്നായിട്ട് ബ്രാഞ്ചസും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നൊക്കെയാണ് കേട്ടോ അതൊന്ന് വിടർത്തിയെടുത്തത്. കുറച്ച് മണിക്കൂറുകൾ എടുത്തു അതെല്ലാം നന്നായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായി വിടർത്തി വെക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ നമ്മൾ നാട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, മുറ്റത്ത് കാണുന്ന ഏതെങ്കിലും ഒരു നല്ല മരം, ഇലയൊക്കെ ഉള്ള ഒരു മരത്തിൽ നമ്മൾ റിബണും ബലൂണും അങ്ങനെയുള്ള കുറച്ച് അലങ്കാരങ്ങളൊക്കെ തൂക്കിയിട്ടായിരുന്നു ക്രിസ്മസ് ട്രീ ആക്കിക്കൊണ്ടിരുന്നത്. മിക്കവാറും മുറ്റത്തുണ്ടായിരുന്ന ചാമ്പ അല്ലെങ്കിൽ പേരയിലൊക്കെയാണ് ട്രീ ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നേ പിന്നെയാണെങ്കിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ട്രീയും ഇതുപോലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഫയർ പ്ലേസിൻ്റെ മുകളിലുള്ള ഗാർലൻഡ് നമുക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഓർണമെൻറ്റ്സിൻ്റെ കളറിലുള്ള അതേ സെയിം കളർ തീമിലുള്ള ഓർണമെൻറ്റ്സ് നോക്കിയിട്ട് ഞാൻ ഇത്തവണ ട്രീയിലേക്ക് വാങ്ങിയതാണ്. ഞങ്ങളുടെ പണ്ടത്തെ ട്രീയിൽ അങ്ങനെ ഇതുപോലെ മാച്ചിങ് ഓർണമെൻറ്റ്സ് ഒന്നും ആയിരുന്നില്ല. ഇത്തവണയാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിയത്. ഇതിനു മുന്നേ നമ്മുടെ ഹോം ടൂർ വീഡിയോയും വ്ളോഗൊക്കെ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഞാനിങ്ങനെ വീടൊക്കെ നന്നായിട്ട് ഒരുക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് സീസൺ അല്ലെങ്കിൽ ഇല പൊഴിയുന്ന സീസണൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സീസൺ കൂടിയാണ്, ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീടൊക്കെ ഒരുക്കി വെക്കാറുണ്ട്.
ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ്, തീർന്നപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ തോന്നിയത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് അരിഞ്ഞെടുക്കുന്നതാണ്. അത് വാൽനട്ടും കുറച്ച് കാഷ്നട്ടുമാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ അരിഞ്ഞ നട്ട്സ് ഒന്നും ഞാൻ കേക്കിൽ ചേർത്തില്ല. ഞാൻ ഈ സാധനം മാത്രം മറന്നുപോയി. അപ്പോൾ നിങ്ങളത് മറക്കണ്ട, അത് മറക്കാണ്ട് ചേർത്തോളൂ കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിലാണ് ആ ഫ്രൂട്ട് കേക്കിന് ഒരു എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് കേക്കിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ റമ്മിലോ ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റാണ് താനും. നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ജോയ് ഓഫ് ബേക്കിംഗ് എന്ന് പറയുന്ന ചാനലിലാണ്. അതിവിടുത്തെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കിംഗ് റെസിപ്പീസൊക്കെ ഒത്തിരി ഉള്ള ഒരു ചാനലാണ്. പിന്നീട് അത് പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ടൈപ്പ് റേസിൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ഡ്രൈ ആയിട്ടുള്ള ക്രാൻബെറി എടുത്തിട്ടുണ്ട്, പിന്നെ ഫിഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഫിഗും ഡേറ്റ്സും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. പിന്നെ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ആൽക്കഹോളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട് കേക്കാണ്. ഞാനിത് കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഞാൻ ഈ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ട് അനിയനും നാത്തൂനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാം. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം അരിഞ്ഞു വെച്ചു. നമ്മൾ 1 കപ്പ് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാൻ പോവുകയാണ്. അതവിടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്കുള്ള സ്പൈസ് പൗഡർ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് 2 കഷ്ണം പട്ട, ഒരു 5-6 ഗ്രാമ്പു, ഒരു 1/4 തൊട്ട് 1/2 കഷ്ണം വരെ ജാതിയുടെ കായ, പത്രിയല്ല ജാതിക്കായ, ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒരു 3 കോഴിമുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറിലായപ്പോൾ അതൊന്ന് പതിയെ വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. പിന്നെ ഈ കേക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു തടിയുടെ തവിയോ ഒരു ഫോർക്കോ ഒക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ആ മുട്ടയിലേക്ക് നമ്മൾ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര പതുക്കെ ഇങ്ങനെ അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒന്നും ഒന്നും ചെയ്യണ്ട, പതിയെ ചെറു തീയിലിരുന്ന് അതങ്ങനെ അലിഞ്ഞ് വന്നാൽ മതി. നമ്മളിങ്ങനെ പാത്രം വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാരയെല്ലാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ക്യാരമലൈസ് ചെയ്യാറില്ല. ഈ കളറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചൊവ വരാൻ ചാൻസ് ഉണ്ട്. ഈ കേക്കിന് അത്ര ചൊവ വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര കുറച്ചൊക്കെ ക്രിസ്റ്റലാവും. അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. 150 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരമല് നല്ല ക്രിസ്റ്റൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ വെള്ളവും ഇതെല്ലാം ചെല്ലുമ്പോൾ വീണ്ടും അത് അലിഞ്ഞ് വന്നോളും, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുന്ന സ്റ്റേജിൽ നമ്മൾ നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തണുക്കും തോറും കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറുകൽ കൂടിയ നമ്മുടെ കേക്കിന് കട്ടി കൂടുതലായി പോകും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളതൊരു നാരങ്ങയുടെ തൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഓറഞ്ചാണ്, ഒരുപാട് വലിയ ഓറഞ്ചൊന്നും അല്ല. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ തൊലിയും ഗ്രേറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസ് പൗഡേഴ്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ ചേർക്കാം. കൂടുതലായാലും ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് വരുന്നേ ഉള്ളൂ, വേറെ ദോഷമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം ആണ് കേട്ടോ എല്ലാം കൂടെ ചേർത്തത്. പക്ഷേ ഞാൻ നട്ട്സ് ഇടാൻ മറന്നുപോയല്ലോ. അപ്പോൾ നമ്മളൊരു ബേക്കിംഗ് ടിന്ന് നമുക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്ത് വെക്കാം. ഞാൻ 2 ലൈനിങ് ഇടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനത്തെ ഒരു ഫ്രൂട്ട് കേക്ക്, റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ വെന്ത് വരാനായിട്ട് നല്ലോണം ടൈം എടുക്കും. അപ്പോൾ അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ലെയറിൽ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ മിക്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തണുത്ത മിക്സിലേക്ക് വേണം നമ്മൾ മുട്ട ഒഴിക്കാനായിട്ട്. ചൂടോടുകൂടി ഒഴിക്കരുത്. ആ തണുത്ത് കഴിയുമ്പോഴേക്കും ആ മിക്സും പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട ചേർത്ത് കൊടുത്തു. മുട്ടയും വാനില എസൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ലെമണിൻ്റെ പീലും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പീലുമാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദ ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ കേക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കണ്ട. നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയല്ലേ. ഈ പാത്രത്തിനകത്ത് തന്നെ, ഈ പാത്രം ചൂടാറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെയാണ് സകല മിക്സിങ്ങും കാര്യങ്ങളൊക്കെ. ബീറ്റർ വേണ്ട. അപ്പോൾ ഒരുപാട് ജോലി ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ബട്ടർ മിക്സ്ചറിൽ അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റമ്മിലൊക്കെ സോക്ക് ചെയ്യുന്ന പോലെ അത് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ തയ്യാറാക്കിയ കൂട്ട് 350 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 50 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്തപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് സ്ക്യൂവറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഓവൻ അനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ട് നിങ്ങളുടെ കേക്ക് കുക്കായിട്ടില്ല നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അതിനെ കവർ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൃത്യം ഒരു 50 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ കേക്ക്. 2 ദിവസം കൊണ്ട് തന്നെ തീർന്നു പോയി. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇവിടെ മോനൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ പുതിയൊരാൾ. എക്സസൈസ് ബൈക്കാണ് ഇത്. ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. എന്താ പറയുക, കൊറോണയൊക്കെയാണ്. അതുപോലെ തന്നെ ഇച്ചാന് വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. എനിക്കും നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്കിതിനകത്ത് കയറാൻ സമയം കിട്ടുമോയെന്നൊന്നും അറിയില്ല. എന്നാലും നോക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ. ആദ്യം കാണുന്ന ഉത്സാഹമൊക്കെ എത്ര നാളുണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം. നമ്മളെല്ലാ കാര്യവും ഇങ്ങനെ ആദ്യം ഭയങ്കര ഉത്സാഹത്തോടു കൂടി തുടങ്ങി വയ്ക്കുമല്ലോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നെന്ന്. അപ്പോൾ ഇച്ചാൻ അതെല്ലാം ഫിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഡിന്നറിനുള്ള പരിപാടികൾ നോക്കാം. നമ്മളിന്ന് ഡിന്നറിന് ഉണ്ടാക്കുന്നത് പുട്ടും മീൻകറിയാണ്. അപ്പോൾ നിങ്ങൾ ആ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് പുട്ടും മീൻകറിയും. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുട്ടിനകത്തേക്ക് 2 എക്സ്ട്രാ സാധനങ്ങൾ കൊണ്ട് ചേർക്കുന്നുണ്ട്. ഒന്ന് ദേ ഇതുപോലെയുള്ള സാധാരണ ജീരകമില്ലേ, ചെറിയ ജീരകം, അതൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഒന്നിലെ ചതച്ച് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പുട്ട് നനച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇതും കൂടെ ചേർത്തിട്ട് ഒന്നോടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളിനി പുട്ടുണ്ടാക്കുമ്പോൾ ഈ 2 സാധനങ്ങളൊന്ന് ചേർത്ത് നോക്കണേ. നല്ല ടേസ്റ്റായിട്ട് വരും പുട്ട്. അതുപോലെ തന്നെ 2 കുഞ്ഞു കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇന്ന് എടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ്. ഇവിടെ ഇങ്ങനെ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാൻഡ് തേങ്ങാപ്പാൽ അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പൗഡർ എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്കിവിടെ മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാൻ പറ്റാറില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കളയോട് തൊട്ട് ചേർന്നിട്ടാണ് ഫയർ അലാറം ഇരിക്കുന്നത്. അപ്പം ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക, പുകയാൻ തുടങ്ങും. എത്ര എക്സോസ്റ്റ് ഫാൻ ഇട്ടാലും വീണ്ടും പുകഞ്ഞ് ഫയർ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രം ഞാൻ ഇത്തവണ താങ്ക്സ് ഗിവിങ്ങിന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ പോയില്ലേ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വാങ്ങിയതാണ്. ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അപ്പോൾ അതിനകത്തേക്ക് കടു പൊട്ടിച്ച് വറ്റൽമുളകെല്ലാം ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നീളത്തിൽ നടുവേ കീറിയിട്ടേക്കാണ്. പിന്നെ കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, പുളിയൊക്കെ പിഴിഞ്ഞ് വെക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീൽ പാത്രം ഇതുപോലത്തെ ഒരെണ്ണം നോക്കി വാങ്ങിയതാണ്. കാരണം നമ്മൾ അലുമിനിയത്തിലൊന്നും പുളി പിഴിഞ്ഞൊഴിക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നല്ലേ, അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ പുട്ടിനുള്ള വെള്ളം ഞാൻ കുക്കറിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചെറിയുള്ളിയും അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുത്ത് പുട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നു. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഫിഷ് കറി മസാലയാണ്. ഞാനതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് കറി മസാലയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ആരോടും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് ഒരുപാട് എരിവിനല്ല ഇതുണ്ടാക്കിയത്. പക്ഷെ നല്ല എരിവിനൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ്. ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയിൽ നിന്ന് വെള്ളമെല്ലാം വന്ന് തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടും. നമ്മളൊക്കെ പുട്ട് പല രീതിയിൽ പല കോമ്പിനേഷൻസിൽ കഴിക്കാറുണ്ടല്ലേ. പുട്ടും കടലയും കഴിക്കും, പുട്ടും ചെറുപയറും കഴിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ പുട്ടും മുട്ടക്കറിയും കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ.
ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മുട്ടക്കറിയുടെ ഒരു റെസിപ്പി ഉണ്ട്, നല്ലൊരു റെസിപ്പി അത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ പുട്ട് ആവി വരാനായിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിക്കും. രണ്ടാം പാൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങളിടും. മീൻ കഷ്ണം കൂടെ വെന്ത് വരുമ്പോൾ അവസാനം ഒന്നാം പാൽ ഒഴിച്ച് പതിയെ ഒന്ന് തിള വരുമ്പോഴേക്കും വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് കടുകൊന്നും വറുക്കുന്നില്ല, നമ്മൾ ആദ്യം തന്നെ കടുകെല്ലാം ചേർത്തല്ലോ. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്, അധികം മെനക്കെടേണ്ട പണിയൊന്നുമില്ല. പക്ഷേ പുട്ടിൻ്റെ ഒപ്പം സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മൾ കുടംപുളി ഇട്ട വെള്ളവും കൂടെ ഒഴിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് വേറൊരു ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് പുട്ടും ചെറുപയർ പുഴുങ്ങിയത്. ചെറുപയർ പുഴുങ്ങിയിട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് അത് പുട്ടിൻ്റെ ഒപ്പം കഴിച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ഞാൻ വേറൊരു ദിവസം അത് കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, പക്ഷേ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓരോ കോമ്പിനേഷൻസ് ഇല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനത്തെ ഒരു പുട്ടുണ്ടാക്കി നോക്കണേ. അത് മിക്കവാറും ഇങ്ങനത്തെ പുട്ടൊക്കെ കഴിക്കാനായിട്ട് കറി ഉള്ളപ്പോഴാണ് നല്ലത്. പഴം കൂട്ടിയിട്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നണില്ല. അപ്പോൾ ദേ നമ്മുടെ മീനെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ ചുറ്റിക്കാണല്ലോ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ കഷ്ണമെല്ലാം ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നേ, ഇങ്ങനത്തെ പുട്ടിന് ചിലപ്പോൾ പഴവും അത്ര കോമ്പിനേഷൻ ആവുമെന്ന് തോന്നണില്ല, കറികളായിരിക്കും കേട്ടോ കോമ്പിനേഷൻ. അപ്പോൾ ദേ നമ്മൾ നന്നായിട്ട് വിശന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ എന്താ പറയുക, ക്രിസ്മസിന് 1-ാം തീയതി മുതൽ നൊയമ്പ് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻകറി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇനി മീൻകറി കൂട്ടുക 25-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ എന്താ പറയുക, ഇതാണ് കേട്ടോ രാത്രിത്തെ വ്യൂ. നമ്മളവിടെ ഒരു ലേസറിൻ്റെ ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു മണികളൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ നിങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.